ഇതിൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കാവുന്ന പുതിയ വെളിപ്പെടുത്തലായി എന്ത് കാര്യത്തെയാണ് പ്രൊഫസർ കുസുമൻ ജോസഫ് കാണുന്നത്? അതിലിപ്പോൾ ഈ പറയുന്ന പീഡനം ചിത്രീകരിച്ച മൊബൈൽ ഫോൺ അതിപ്പോഴുമുണ്ട്, അത് വെള്ളത്തിൽ കളഞ്ഞു, കായലിൽ കളഞ്ഞു എന്നൊക്കെയാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല, തൻ്റെ പക്കലുണ്ട് എന്ന് അയാൾ പറയുമ്പോൾ ആ രൂപത്തിലൊരു അന്വേഷണത്തിലേക്ക്, തുടരന്വേഷണത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം വന്നു ചേർന്നിരിക്കുകയല്ലേ? തീർച്ചയായും അതെ. ഞാൻ ആദ്യം ഈ റിപ്പോർട്ടർ ചാനലിനെയും വിശേഷമായി റോഷി പാലിനെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് വലിയ തോതിലുള്ള ഒരു എഫേർട്ട് ഈ വിഷയം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കുന്ന മുഴുവൻ പുരുഷന്മാർക്കും വേണ്ടി, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഞാൻ ഇതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ ഒരു സമാധാനം തോന്നുന്നുണ്ട്. ഇത് വിധിയേക്കാൾ പ്രധാനമാണ് ഈ നാട്ടിലെ പൊതുജനം ഇതറിയുക എന്നുള്ളത്. ഇതിൽ ഒരുപാട് പേർക്ക്, ഞാൻ അതാണ് പറയുന്നത്, ഇത് വലിയ അത്ഭുതമല്ല ഇത്. അതായത് വെളിപ്പെടുത്തലിൽ അത്ഭുതമുണ്ട്, പക്ഷേ ആ വെളിപ്പെടുത്തലിലെ വസ്തുത നമുക്കെല്ലാവർക്കും നേരത്തെ തന്നെ പകൽ പോലെ അറിയാവുന്ന കാര്യമാണ്. ഞാനത് ചെയ്തിരിക്കുന്നു എന്നൊരു തുറന്നു പറച്ചിൽ, അത് നാട് കാണുകയാണ്. ഇനി ആ പറച്ചിൽ നിന്നും പിന്നാക്കം പോകാൻ സാധിക്കില്ലല്ലോ. പല ഘട്ടങ്ങളിലായി ഇയാൾ ദിലീപിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെയാണ് ഈ ജയിലിൽ പോകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇത് ഞാൻ ചെയ്തു, അതിനെനിക്ക് പണം കിട്ടുകയും ചെയ്തു, ഇതാണ് അയാൾ പറയുന്നത്. എന്നാൽ ചോദിച്ച തുക മുഴുവനായിട്ട് കിട്ടിയിട്ടുമില്ല. തീർച്ചയായിട്ടും 1.5 കോടി രൂപയ്ക്ക് നമ്മുടെ അവസ്ഥ, കേരളത്തിലെ ഒരു കൊട്ടേഷൻ്റെ ലെവല്, ജോലി സാധ്യതകൾ പോകുന്ന ഒരു പോക്ക്, കൈവെട്ടാൻ, കാല് വെട്ടാൻ, കൊലപ്പെടുത്താനൊക്കെ കൊട്ടേഷൻ ഉണ്ട് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പം അത് ബലാത്സംഗത്തിനും കൊട്ടേഷൻ ഉണ്ട് എന്നും അതൊരു ഏറ്റെടുക്കാവുന്ന തൊഴിലാണെന്നും വരികയാണ് കേരളത്തിൽ. എന്തൊരു ഗതികേടാണ്! 1.5 കോടി രൂപ ഒരു വളരെ മോശപ്പെട്ട ഒരു മനുഷ്യന് ചെറിയ സംഖ്യയല്ലല്ലോ. അയാളത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ 1.5 കോടി രൂപ കിട്ടുകയാണ്. നമ്മളെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോടതിയും പോലീസും പറഞ്ഞുകൊണ്ടിരുന്നത് ഏറ്റവും നിർണായകമായ തെളിവ് കിട്ടിയിട്ടില്ല എന്നാണ്. അതായത് ഇത് റെക്കോർഡ് ചെയ്ത മൊബൈൽ ഫോണോ റെക്കോർഡിൽ എങ്കിലുള്ള ഈ മെമ്മറി കാർഡോ, ഒറിജിനൽ മെമ്മറി കാർഡോ കിട്ടിയിട്ടില്ല എന്നാണ്. അത് രണ്ടും ഈ പൾസർ സുനിക്ക് അറിയാവുന്ന ആരുടെയോ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എവിടെയോ ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് കണ്ടെത്തേണ്ട ചുമതല കേരളത്തിലെ പോലീസിനാണ്, കേരളത്തിലെ ഭരണ സംവിധാനത്തിനാണ്. ഇന്നത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ വെളിപ്പെടുത്തൽ, നിങ്ങൾ ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, എൻ്റെ ആഗ്രഹം രാവിലെ 8 മണിക്ക് വന്നതാണ്, ഇപ്പോൾ തന്നെ പൾസർ സുനിയെ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിന് ഏറ്റവും വലിയ സുരക്ഷ കൊടുക്കുകയും അദ്ദേഹത്തെ കൊണ്ട് എന്താണ് സംഭവം എന്ന് മുഴുവൻ അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുകയും ഈ മെമ്മറി കാർഡും മൊബൈൽ ഫോണും എവിടെയാണ് എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം പോലീസിൻ്റേതാണ്, ഇവിടുത്തെ അന്വേഷണ ഏജൻസിയുടേതാണ്. അവർ നിശബ്ദരായിരിക്കാൻ പാടില്ല. അവരുടെ ഉത്തരവാദിത്വം കഴിഞ്ഞു എന്ന് വിചാരിക്കാൻ പാടില്ല. അവരേറ്റവും ക്രിയാത്മകമായി ഈ സമയത്ത് ഇടപെടുകയാണ് വേണ്ടത്. ഏറ്റവും ഭീകരമായ ഒരു സംഭവം നടന്നിരിക്കുന്നു. അതിലെ പ്രതി തന്നെ, 1-ാം പ്രതി തന്നെ പറയുകയാണ്, ഞാനിങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്, ആ സംഭവം ചെയ്തതൊരു കൊട്ടേഷനായിരുന്നു, അത് ദിലീപ് നൽകിയ കൊട്ടേഷനാണ് എന്ന്. ദിലീപിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന ആളുകൾ, കേരളത്തിൽ ചാനലിൽ വന്നിരുന്ന് നിർലജ്ജം വാദിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരെ പിൻപറ്റിയ കുറേ കാഴ്ചക്കാരും കേൾവിക്കാരും ഉണ്ടായിരുന്നു. അവർക്കെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ പ്രതി തന്നെ പറയുന്നു, ഇദ്ദേഹം 1.5 കോടി തരാമെന്ന് പറഞ്ഞു, അങ്ങനെ ഞാനത് ചെയ്തു, ഇതിനു മുന്നേയും എന്നെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാമല്ലോ ഇങ്ങനെ പരാതിക്കാരില്ലാതെ ഇത് ഭംഗിയായി തീർക്കാം എന്നുള്ളത്. ഇപ്പം ഞാൻ റോഷി പാലിന് നന്ദി പറയുന്നതിൻ്റെ 1000 ഇരട്ടി നന്ദി നമ്മുടെ ഈ അതിജീവിതയായ നടിയോടാണ് പറയേണ്ടത്. ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾ, അതിഭീകരമായ കുറ്റങ്ങൾ, ഏറ്റവും ഭയാനകമായ കുറ്റങ്ങൾ ചെയ്യുമ്പോൾ അത് പൊതുസമൂഹം അറിയാതെ പോകുന്നത്, അതൊരു പരാതിയായി വരാതെ പോകുന്നത്, നമ്മുടെ നാട്ടിലെ ഒരു ബോധ്യമനുസരിച്ച് ബലാത്സംഗം ചെയ്യപ്പെട്ട ആൾ കുറ്റവാളിയായിത്തീരുകയും
ചെയ്യപ്പെട്ടയാൾ പൊതുസമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു പോവുകയും ചെയ്യപ്പെട്ടയാളുടെ ജീവിതം നിഷേധിക്കപ്പെടുകയും ചെയ്യുകയാണ്. അവർ പിന്നെ സ്വകാര്യമായി ഒരു ദേശത്തിൻ്റെ പേരായൊക്കെ അറിയപ്പെടുകയാണ്. അവിടെയാണ് നമ്മുടെ ഈ അതിജീവിത, ഞാൻ ഇന്നും ഈ നിങ്ങളുടെ ഈ വാർത്ത കണ്ടതിന് ശേഷം തൃശ്ശൂർ നഗരത്തിൽ സഞ്ചരിക്കുമ്പോൾ അവരുടെ അതിമനോഹരമായ ചിത്രം, ഏതോ പരസ്യം, അത് എന്ത് പരസ്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അത് കാണുമ്പോൾ അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടി ചിരിച്ചിരിക്കുന്ന സുന്ദരിയായ ആ സ്ത്രീയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഊർജം എന്താണെന്നറിയാം. അതാണ് നമ്മളല്ല തെറ്റ് ചെയ്യുന്നത്. ഈ നാട്ടിൽ പീഡിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീയും ഒരു കുറ്റവും ചെയ്യുന്നില്ല. അതിന് ആളുകൾ ഓരോരോ ന്യായങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ഈ കുറ്റവാളി രക്ഷപ്പെടുകയാണ് സ്ത്രീയുടെ മാനത്തിൻ്റെ പേര് പറഞ്ഞ്. ആ അവസ്ഥ മാറ്റിയെടുക്കാൻ ഈ അതിജീവിത ചെയ്ത ഏറ്റവും വലിയൊരു, എന്താ പറയേണ്ടത്, അതിന് ത്യാഗം എന്നൊന്നും പറഞ്ഞാൽ പോരാ, മഹനീയമായൊരു കൃത്യമാണ് കേസ് കൊടുക്കാൻ തയ്യാറാകുന്നത്. അവസാനം താനാണിതിലെ ആൾ എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പരസ്യമായി പുറത്തു വരികയും പിന്നീട് പരസ്യമായി ജീവിക്കാൻ തൻ്റെ ഇടം കാണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ആൾ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഈ കേസ് ഇത്രയും എത്തിയത്. അല്ലെങ്കിൽ ഇതിനു മുന്നേ പല സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇത്തരത്തിൽ എത്ര ചെയ്താലും അത് കേസാവില്ല എന്നും ആരും അത് പരാതിയുമായി പോവില്ല എന്നുമുള്ള വലിയ വിശ്വാസം കൊണ്ടാണ്. ആ വിശ്വാസത്തെയാണ് തകർത്തിരിക്കുന്നത്. ആ വിശ്വാസത്തിൻ്റെ തകർച്ചയിൽ നിന്ന് ഇപ്പോൾ പുതിയ പുതിയ നടപടികൾ ഉണ്ടായി വരികയാണ്. നമുക്ക് കേരളത്തിലെ കോടതിയോട് ഈ പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ ശ്രദ്ധിക്കണമെന്നും അതിനനുസരിച്ച് ഇടപെടണമെന്നും ആവശ്യപ്പെടേണ്ടതുണ്ട്. ഈ വിചാരണ കോടതിയെ പറ്റിയൊക്കെ നമുക്ക് വലിയ പരാതികളുണ്ട്. അതിജീവിതയ്ക്ക് പരാതിയുണ്ട്. അതിജീവിതയോടൊപ്പം നിന്ന നമുക്കെല്ലാവർക്കും ആ വിഷയത്തിൽ പരാതിയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ, സ്മൃതി പറഞ്ഞതുപോലെ, ഇവിടുത്തെ വലിയൊരു പോലീസ് ഉദ്യോഗസ്ഥയാണ് പറയുന്നത്, ഈ പ്രതി കിടക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നി, അയാൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുത്തു, അയാൾക്ക് കിടക്കാൻ ഇടയുണ്ടാക്കി കൊടുത്തു എന്ന്. ഈ പ്രതി കാണിച്ച ഈ ഒരു നാടിനെ ഒന്നോടെ തലമുറകൾക്ക് തന്നെ ശാപമായി തീരുന്ന തരത്തിലുള്ള ഒരു ക്രിമിനൽ കുറ്റം അയാൾ ചെയ്തു എന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ. ശരി, ഇനി ആ പോലീസ് ഉദ്യോഗസ്ഥയും ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടതുണ്ട്. എന്തായാലും ഈ വെളിപ്പെടുത്തൽ പുതിയ നടപടികളിലേക്ക്, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ വളരെ വേഗത്തിൽ ഇടപെടുമെന്നും അതിനനുസരിച്ച് കോടതി ഇടപെടുമെന്നും ഏറ്റവും നല്ല ഒരു വിധി ഉണ്ടാകുമെന്ന്, അതായത് ശരി, അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.